ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കോലാഹലങ്ങളാണ്. നിരവധി താരങ്ങളാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തു വന്നത്. പലരും പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തു വരുന്നത്. പല വിഗ്രഹങ്ങളും വീണുടയുന്ന കാഴ്ചയാണ് മലയാളികൾ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളിൽ കണ്ടത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും താരസംഘടനയായ AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചത് തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ്. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ വിവാദം ശക്തമായതോടുകൂടി രഞ്ജിത്ത് രാജിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പഴയ വിവാദ നായിക സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിനെ ആശ്രയിക്കരുതെന്നും തനിക്കും അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സ്വപ്നയുടെ പ്രതികരണം. തെളിവുകളുമായി ഉടൻ എത്തുമെന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇനി സ്വപ്ന കൊണ്ടുവരുന്ന തെളിവുകൾ കേട്ട് ഞെട്ടാനായിരിക്കും മലയാളികൾ തയ്യാറെടുക്കേണ്ടത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങളെ, പ്രശസ്തരായ കലാകാരന്മാരെ ദയവായി സർക്കാരിനെ ആശ്രയിക്കരുത്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും 3 കുരങ്ങന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്ധനും ബധിരനും മൂകനും. എനിക്കും അത്തരം അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം മുന്നേറ്റങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. വസ്തുതകളുമായി താൻ ഉടൻ തന്നെ നിങ്ങളുമായി ബന്ധപ്പെടും. ഇത് വെറും ഒരു ലോബിയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളിൽ പിണറായി സർക്കാരിനെ വിശ്വസിക്കരുത് എന്നതാണ് സ്വപ്നയുടെ പക്ഷം. സ്വപ്ന പറയുന്നതിലും ന്യായമുണ്ട്. 4.5 വർഷമാണ് ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ റിപ്പോർട്ട് വൈകിപ്പിച്ചത് എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, സ്വപ്നയുടെ മുൻ അനുഭവങ്ങൾ തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും P ശ്രീരാമകൃഷ്ണനും ഒക്കെ എന്താണ് സ്വപ്നയോട് പറഞ്ഞത് എന്നൊക്കെ സ്വപ്ന മുമ്പ് വെളിപ്പെടുത്തിയതാണ്. എന്നാൽ അപ്പോഴൊക്കെ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും CPM സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരോപണ വിധേയരായ മുകേഷ്, ഗണേഷ് കുമാർ എന്നിവരെയൊക്കെ പിണറായി സംരക്ഷിച്ച് നിർത്തുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മറ്റൊരു രാഷ്ട്രീയ ബോംബുമായി സ്വപ്ന സുരേഷും പിണറായി സർക്കാരിന്റെ തലക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങിയാടുന്നുണ്ട്.